ശതകോടീശ്വരനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മുൻ മേധാവിയുമായ ഇലോൺ മസ്കുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ബജറ്റ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ എതിരാളികളായ ഡെമോക്രാറ്റുകൾക്ക് പണം നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മസ്കിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. NBC ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് മസ്കുമായുള്ള പോരിനെ കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് മസ്കുമായി ട്രംപ് ഉടക്കി പിരിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ബജറ്റുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യ പരസ്യ വിമർശനത്തിന് പിന്നാലെ ഡോജിൽ നിന്ന് മസ്ക് രാജിവെച്ചിരുന്നു. സുന്ദരമെന്ന് ട്രംപ് വിശേഷിപ്പിച്ച ബജറ്റ് ബിൽ നിരാശാജനകമാണെന്ന് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മസ്ക് തുറന്നു പറഞ്ഞിരുന്നു. അത് ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് മസ്ക് പറയുന്നത്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ട്രംപിന്റെ വിശേഷണത്തെയും മസ്ക് പരിഹസിച്ചു. ട്രംപിന്റെ തീരുവ യുദ്ധത്തോട് മസ്കിന് ഭിന്നതയുണ്ടായിരുന്നു. തീരുവകൾ പിൻവലിക്കണമെന്ന് മസ്ക് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവിടെ മുതൽ തുടങ്ങിയതാണ് മസ്ക് ട്രംപ് ബന്ധത്തിലെ അസ്വാരസ്യങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം മസ്ക് ഡോജിൽ ഉണ്ടായിരുന്ന കാലയളവും പ്രക്ഷുബ്ധത നിറഞ്ഞതായിരുന്നു. ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരുടെ പിരിച്ചുവിടൽ, വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കൽ, അവർക്കുള്ള സഹായം വെട്ടിക്കുറയ്ക്കൽ എന്നിവയൊക്കെ കൊണ്ട് കലുഷിതമായിരുന്നു മസ്കിന്റെ ഡോജ് കാലം. ജനുവരിയിൽ ഡോജ് മേധാവി ചുമതലയേറ്റ മസ്ക് എല്ലാ വകുപ്പുകളിലും ചെലവ് ചുരുക്കൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. അവ നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടക്കമുള്ള വകുപ്പ് മേധാവികളുമായി മസ്ക് കൊമ്പ് കോർത്തു. മസ്കിന്റെ രാഷ്ട്രീയ പരിജ്ഞാനമില്ലായ്മയെ അവരും വെല്ലുവിളിച്ചു. ഏപ്രിൽ അവസാനത്തോടെ ഡോജും സർക്കാരും തമ്മിൽ ഭിന്നത ഉടലെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുടക്കത്തിൽ സർക്കാർ ചെലവുകളിൽ $2 ലക്ഷം കോടി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളെ തുടർന്ന് അത് പൂർത്തീകരിക്കാൻ മസ്കിനായില്ല. പിന്നീട് ലക്ഷ്യം $1 ലക്ഷം ആക്കി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ പടിയിറങ്ങുമ്പോഴേക്കും $15,000 കോടി കുറയ്ക്കാനേ മസ്കിന് സാധിച്ചുള്ളൂ. ഇതിനിടയിൽ ഇടുത്തി വീണതുപോലെ ടെസ്ലയുടെ ഓഹരി വിലയും ഇടിഞ്ഞു. അതിനു പുറമെ മസ്ക് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ആരോപണങ്ങളും പിന്നാലെ വൻ വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതേസമയം മസ്കുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇലോൺ മസ്കുമായുള്ള വാക്കുതർക്കങ്ങൾക്ക് പിന്നാലെ കാരണങ്ങൾ സ്വകാര്യമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ. ഇലോൺ മസ്കിന്റെ പെരുമാറ്റത്തിന് അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് ദുരുപയോഗവുമായി ബന്ധമുണ്ടോ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരോടും ഉപദേഷ്ടാക്കളോടും ചോദിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മസ്കുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇലോൺ മസ്കുമായുള്ള വാക്കുതർക്കങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സ്വകാര്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് CNN റിപ്പോർട്ടേഴ്സിൽ പറയുന്നു. മസ്കിന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ട്രംപ് മറ്റൊരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 2024 ട്രംപിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ വളരെ തീവ്രമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ടെസ്ല മേധാവി പലപ്പോഴും, ചിലപ്പോൾ ദിവസവും മറ്റു മരുന്നുകളുമായി കലർത്തി കെറ്റാമൈൻ ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. നെഗറ്റീവ് മാനസികാവസ്ഥകളെ നേരിടാൻ താൻ ചെറിയ അളവിൽ കെറ്റാമൈൻ ഉപയോഗിച്ചതായി കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ മസ്ക് സമ്മതിച്ച കാര്യമായിരുന്നു. ട്രംപ് മസ്ക് തർക്കം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചതു മുതൽ സംഘർഷത്തിന് കാരണമായ നികുതി ബിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ ഓൺലൈൻ പോസ്റ്റുകളിൽ മസ്കിനെ കുറിച്ച് പരാമർശനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മാത്രമായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നുമായിരുന്നു പറഞ്ഞത്. ഇരുവരും തമ്മിലുള്ള വാക്കുപോര് സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്ന കാര്യം മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മസ്ക് തന്റെ എക്സ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിലുള്ള വാക്കുപോര് സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്നതിനിടയിലാണ് എപ്സ്റ്റീൻ ഫയൽ ട്രംപിന്റെ പേരും ഉണ്ടെന്ന കാര്യം മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത്. പിന്നീട് വിവാദമായതോടെ മസ്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. ട്രംപുമായുള്ള സന്ധി സംഭാഷണത്തിന്റെ ഭാഗമായാണ് മസ്ക് തന്റെ പോസ്റ്റ് പിൻവലിച്ചതെന്നും സൂചനയുണ്ട്. ശരിക്കും വലിയ ബോംബ് ഇടാനുള്ള സമയമായി. എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട്. നീക്കം ചെയ്ത എക്സ് പോസ്റ്റിൽ മസ്ക് ആരോപിച്ചത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ മാസമാണ് ടെസ്ല സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് ട്രംപ് സർക്കാരിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജിവെച്ചത്. ട്രംപ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ
ഉടക്കിയായിരുന്നു മസ്കിന്റെ ഈ രാജിവെക്കൽ. കോടതി രേഖകൾ, സാക്ഷ്യപത്രങ്ങൾ, ലൈംഗിക കടത്തുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയുടെ ഒരു ശേഖരമാണ് എപ്സ്റ്റീൻ ഫയലുകളിലുള്ളത്. എപ്സ്റ്റീൻ ഫയലുകളിലെ നിരവധി പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ചില പേരുകൾ കോടതി ഉത്തരവിട്ടത് കാരണം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒ ആയ ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം വഷളായതോടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം നടത്തുന്നതായി പുതിയ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് മസ്കിന്റെ ഈ പുതിയ നീക്കം എന്നാണ് സൂചനകൾ. മാത്രമല്ല, രാഷ്ട്രീയ ഭിന്നതയ്ക്ക് മറുപടിയായി ഈ ആഴ്ച എക്സിൽ മസ്ക് ഒരു പോൾ നടത്തുകയും ചെയ്തിരുന്നു. മധ്യവർഗക്കാരെ കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമുണ്ടോ എന്നായിരുന്നു മസ്ക് എക്സിൽ പോസ്റ്റ് ഇട്ടത്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ശതകോടീശ്വരനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മുൻ മേധാവിയുമായ ഇലോൺ മസ്കുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്.